ഹായ് ഗായ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് അക്ഷയ ചന്ദ്രൻ ഒഫീഷ്യൽ. സോ നമ്മളിന്ന് ടെമ്പിളിൽ പോവാണ് കേട്ടോ. അപ്പം ഞാനും ഉണ്ട്, അനിയത്തിയുണ്ട്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ അറിയില്ല, കാരണം മൈക്ക് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഞാനത് നന്നാക്കാൻ വേണ്ടി കൊടുത്താട്ടോ. അപ്പം നമ്മൾ മുണ്ടിക്കത്താഴത്തുള്ള മേൽപ്പഴനിയിലാണ് പോകുന്നത്. സോ ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചിടാം. വെയിറ്റ്, ഇപ്പം തന്നെ കുറച്ച് ലേറ്റായി. സോ ഞാൻ പെട്ടെന്നൊന്ന് ഒരുക്കട്ടെ, എന്നിട്ട് ബാക്കി കാണിച്ചു കേട്ടോ. 11:30 ഇറങ്ങണമെന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഇറങ്ങുമ്പോൾ 8 മണി ആയിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ഓട്ടോ വിളിച്ചിട്ടായിരുന്നു ബസ് സ്റ്റോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവിടെ എത്തി കുറച്ച് വെയിറ്റ് ചെയ്തപ്പോഴാണ് ബസ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബസ്സിലൊക്കെ കയറി നമ്മൾ മെഡിക്കൽ കോളേജാണ് കേട്ടോ ഇറങ്ങിയത്. അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ നമ്മൾ മേൽപ്പഴനിക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ യാത്ര നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചതായതുകൊണ്ട് തന്നെ ഇന്നലെ നൈറ്റ് ഇരുന്നിട്ടാണ് അമ്മ ആ സ്കേർട്ടൊക്കെ തയ്ച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഓണിൻ്റെ ഷാളും ഞാൻ ഇന്നലെ ഈവനിങ് പോയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളെ ഞാൻ അവിടെ കണ്ടു. അപ്പം ആരാണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാവേ. ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ തമിഴ്നാട്ടിലും വല്ല അമ്പലത്തിലും പോയതാണെന്ന്. തമിഴ്നാടല്ല കേട്ടോ, ഇത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ മേൽപ്പഴനി ടെമ്പിളിലാണ് പോയിട്ടുണ്ടായിരുന്നത്. തെറ്റ് പറയാൻ പറ്റില്ല. ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ടെമ്പിൾസ് ഒക്കെ നമ്മൾ സാധാരണ തമിഴ്നാട്ടിലാണ് കണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഇത് മുരുകൻ്റെ ടെമ്പിൾ തന്നെയാണ്. ഇന്ന് സൺഡേയും തിരുവാതിരയും കൂടി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ ചെന്ന സമയത്ത്. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് അവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ പ്രഭിനീച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് കേട്ടോ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഫ്രണ്ട് ആര്യ. അപ്പോൾ അവളും അവളുടെ അനിയത്തിയും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവരെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുള്ളത്. അങ്ങനെ കുറേ കാത്തിരിപ്പിനൊടുവിൽ പ്രഭിനീച്ച് വന്നു. അങ്ങനെ നമ്മൾ ഫൈനലി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാനാണെങ്കിൽ ഇവിടെ കുറേ വർഷങ്ങൾക്ക് മുന്നേ പോയതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റ് എവിടേക്കാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളതൊന്നും അറിയണ്ടായിരുന്നില്ല. അന്ന് വന്ന സമയത്ത് ടെമ്പിളിൻ്റെ പണി പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. ഈ അമ്പലത്തിൻ്റെ ഫുൾ പണി കഴിഞ്ഞപ്പോൾ മുതൽക്ക് എൻ്റെ ഒരു ആഗ്രഹമാണ് ഇവിടെ വരണം എന്നുള്ളത്. ഈ അമ്പലം ഒരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ. അതുപോലെ തന്നെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ടെമ്പിളാണ്. തമിഴ്നാട്ടിലെ പളനി ടെമ്പിളിലെ എല്ലാ പൂജകളും കറക്റ്റ് സമയത്ത് ഇവിടെയും ചെയ്യുന്നതാണ് കേട്ടോ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോട്ടോ കിട്ടിയോ? കിട്ടി. ഇവിടെ അഞ്ചു വേറൊരു ക്യാമറമാനായി. ഇവിടെ വന്നപ്പോൾ വേറെ ആരോ കിട്ടി. ഭയങ്കര ഫോട്ടോ എടുക്കല്ല. ചേച്ചി ഉണ്ടോ അപ്പുറത്തുണ്ട്? ചേച്ചി ഓൺ പോസ്. ഏതാ സാധനം? യെസ്, പറ. കുന്നംകുളം നയൻതാരാന്ന്. ഭയങ്കര ഫോട്ടോഗ്രാഫർ ആയല്ലോ കുറച്ചു നേരത്തേക്ക്. എന്തൊന്നും പറയാത്തെ? എന്തൊന്നും പറയാല്ലാത്ത? നമസ്കാരം, കല്യാൺ ജ്വല്ലറി. എല്ലാ വീഡിയോയിലും വന്ന് തന്നെ പറഞ്ഞോളൂ കേട്ടോ. അത് ഓൻ എല്ലാ വീഡിയോയിലും വന്ന് പറഞ്ഞു. അതെ. തമിഴ്നാട്ടിലെ പളനി ടെമ്പിളിലേക്കുള്ള പോലെ കുറേ സ്റ്റെപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളത് ഇറങ്ങി കുറച്ച് ദൂരം പോയി പിന്നെ വീണ്ടും തിരിച്ചു കയറി കേട്ടോ. അവിടെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സിവിൽ സ്റ്റേഷനിലെ ശേഖർ ഹോട്ടലിലേക്കായിരുന്നു പോയത്. എല്ലാവരും നെയ്ച്ചോറായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെയും കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ചെമ്മീൻ, കൂന്തൽ, കടുക്ക, ചിക്കൻ, ബീഫ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. നെയ്ച്ചോറ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബിരിയാണി റൈസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് വെള്ള കളറുള്ള നെയ്ച്ചോറാണ് ഇഷ്ടം കേട്ടോ. പക്ഷെ ഇതിനൊരു മഞ്ഞ കളറായിട്ട് എനിക്ക് അത്ര ഒരു ഓക്കെ ആയിട്ട് തോന്നില്ല. ചെമ്മീന്, കൂന്തലും കടിക്കൊന്നും ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അടിപൊളി ഐറ്റംസ് ആയിരുന്നു. ചെമ്മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാ ഐറ്റംസും കൂടി അകത്താക്കിയപ്പോഴേക്കും നമ്മൾ ക്ഷീണിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു ബസ് പിടിച്ചിട്ട് പിന്നെ ഓട്ടോ വിളിച്ചിട്ടാണ് വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നത്. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ വീട്ടിലെത്തി. ഇപ്പം ഒരു 2 മണിയൊക്കെ ആയിട്ടോ. അപ്പം നമ്മൾ രാവിലെ ഒരു 8 മണി ആ സമയത്തൊക്കെ ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ പോയി പിന്നെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ എത്തുമ്പോഴേക്ക് ലേറ്റായി. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പം ബൈ ബൈ.